സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയം സംസ്ഥാനത്ത് ദേശീയപാത വികസനമാണ്. ദേശീയപാത 66ന്റെ വികസനം അങ്ങ് കർണാടക ബോർഡറിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് തമിഴ്നാട് ബോർഡറിൽ അവസാനിക്കുന്ന NH66ന്റെ വികസനമാണ് ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയം. നിരവധി അപകടങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, പണിയുടെ ഭാഗമായിട്ട് റോഡ് വെണ്ടുകയറി മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ദേശീയപാത വികസനം ബന്ധപ്പെട്ട് സംസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഏറ്റവും അടുത്തായിട്ട് കൊല്ലം ജില്ലയിൽ കൊട്ടിയത്താണ് അപകടമുണ്ടായത്. അതല്ലാതെ അരൂർ സ്ട്രെച്ചിനകത്ത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ വരുന്ന അരൂർ സ്ട്രെച്ചിനകത്ത് വളരെ അപകടം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേർ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ദേശീയപാത വികസനം. ദേശീയപാത നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ദേശീയപാതയുടെ ലാൻഡ് അക്വയർമെന്റിന്, സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തുകയുടെ 25% കൈമാറിയിരുന്നു. അങ്ങനെ 5800 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് കൈമാറിയത്. അതിനുശേഷം ബാക്കിയുള്ള തുക കേന്ദ്ര സർക്കാരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോളുള്ള റോഡ് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് റോഡ് നിർമ്മിക്കുന്നത്. അതിന്റെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. അത് ഓരോരോ സ്ട്രെച്ച് ആയിട്ടാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത്. 2026 നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് തന്നെ ദേശീയപാത വികസനം തീരുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടിൽ പരിശോധിക്കുകയാണെങ്കിൽ 2026 നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് സംസ്ഥാനത്ത് ദേശീയപാത വികസനം തീരത്തില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ 2 MP ചോദിച്ച ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാർ മറുപടി നൽകിയത്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയാണ് മറുപടി നൽകിയത്. MP ഷാഫി പറമ്പിലും അടൂർ പ്രകാശുമാണ് ചോദിച്ചത്. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്താണ് എന്ന ചോദ്യമാണ് നൽകിയത്. അതിന് ഡിസംബർ 11 തീയതി 2025 ഡിസംബർ 11 കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: 2026 ഓഗസ്റ്റോടെ മാത്രമേ സംസ്ഥാനത്തെ ദേശീയപാത വികസനം പൂർത്തിയാകത്തുള്ളൂ. ദേശീയപാത വികസനത്തിനും മറ്റെല്ലാത്തിനുമായി 16,500 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞും ഷാഫി പറമ്പലിന് കൊടുത്ത മറുപടിയുടെ ഭാഗമായിട്ട് ഉണ്ട്. എന്നാൽ അടൂർ പ്രകാശം കൊടുത്ത മറുപടിക്കകത്ത് വ്യക്തമായിട്ട് ഓരോ റീച്ചിന്റെയും കംപ്ലീഷൻ റേറ്റും എത്ര ശതമാനം വരെ പണി കഴിഞ്ഞു എന്ന കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. അതുകൂടി പരിശോധിക്കുമ്പോഴത്തേക്കും ഏകദേശം 2026 ഓഗസ്റ്റ് ആകാതെ ദേശീയപാതയുടെ പരിപൂർണമായ പണി തീരത്തില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. അത് മാത്രവുമല്ല, 2026 ഏപ്രിൽ മെയ്യോടെ സംസ്ഥാന സർക്കാരിന്റെ ഇലക്ഷൻ നടക്കും. അതിനു മുൻപ് എന്തായാലും പരിപൂർണമായിട്ട് 100% പണി തീരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ചിലയിടങ്ങളിൽ 80% മുകളിൽ വരെ പണി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ 24% വരെ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ചില ഇടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും പണി നടക്കാനുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അറിയിച്ചത്. അതിന്റെ കണക്കുകൾ വ്യക്തം പരിശോധിക്കുമ്പോഴത്തേക്കും 16 റീച്ചുകളായിട്ടാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത് ചെങ്കലോട്ട് നീലേശ്വരം വരെയുള്ള NH66 37.27 കിലോമീറ്ററിനകത്ത് 82.7%. ഇതിനു മുമ്പുള്ള നീലേശ്വരത്തിന് മുമ്പുള്ള തലപ്പാടി മുതൽ നീലേശ്വരം വരെ റീച്ച് ഊരാളുകളായിരുന്നു. അവരുടെ പണി 100% കഴിഞ്ഞ കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള റീച്ചുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ചെങ്കളം മുതൽ നീലേശ്വരം വരെയുള്ള NH66 37.27 കിലോമീറ്ററിനകത്ത് 82.7% കഴിഞ്ഞിട്ടുള്ളത്. അത് 31/6 എന്ന് പറയുമ്പോഴത്തേക്കും ജൂൺ മാസമാണ്. ജൂൺ മാസം 2026 പണി തീരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന് മുമ്പ് വേണമെങ്കിൽ പണി തീരാം. അത് കാലാവസ്ഥ അനുകൂലമാണ്. അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിലവിലത്തെ രീതിയിൽ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 31/6/2026 ചെങ്കലോട്ട് നീലേശ്വരം സ്ട്രെച്ചിന്റെ പണി തീരുക. നീലേശ്വരം തൊട്ട് തളിപ്പറമ്പ് 83.6% കഴിഞ്ഞിട്ടുണ്ട്. 40 കിലോമീറ്ററിന്റെയാണ്. അതും 31/6/2026. തളിപ്പറമ്പോട്ട് മുഴപ്പിലങ്ങാട് 80% അതും 30/6/2026. അതിനുശേഷമുള്ള അഴിയൂർ ടു വേങ്ങളം റീച്ചാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്ന. 60% പണി മാത്രമേ തീർന്നിട്ടുള്ളൂ. അത് ഓഗസ്റ്റ് മാസം ആകുമെന്നാണ്. ഓഗസ്റ്റ് മാസം ഓണത്തോടനുബന്ധിച്ച് 2026 ഓണത്തോടനുബന്ധിച്ച് മാത്രമേ ആ പണി പൂർത്തിയാകത്തുള്ളൂ എന്നാണ്. ആ 40.8 കിലോമീറ്ററിന്റെ സ്ട്രെച്ചിലെ പണി പൂർത്തിയാകത്തുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക്സഭയെ അറിയിച്ചിട്ടുള്ളത്. അതല്ലാതെ കോഴിക്കോട് ബൈപ്പാസിന്റെ 6 വരി പാതയുടെ പരിപാടിയുണ്ട്. അത് 48.5% അത് മാർച്ച് മാസത്തിൽ തന്നെ തീരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് കോഴിക്കോട് ബൈപ്പാസിന്റെ 6 വരി പാതയാക്കുന്നതാണ്. പിന്നെ മാത്രമല്ല 2 പാലത്തിന്റെ പണി കൂടിയാണ്. പിന്നെ അടുത്തത് കാപ്പരിക്കാട് തൊട്ട് തളിക്കുളം വരെയുള്ള അടുത്ത സ്ട്രെച്ചാണ്. അതിൽ 83.1% പണി പൂർത്തിയായിട്ടുണ്ട്. അത് മാർച്ച് മാസത്തിൽ തീരുമെന്ന് പറയുന്നുണ്ട്. തളിക്കുളം തൊട്ട് കൊടുങ്ങല്ലൂർ വരെയുള്ളതും മാർച്ച് മാസത്തിൽ തീരും. കൊടുങ്ങല്ലൂർ തൊട്ട് ഇടപ്പള്ളി വരെയുള്ള ഏറ്റവും മോശം വർക്ക് നടക്കുന്നത് ആ നാട്ടുകാർ ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രെച്ചുകൾ ഒന്നാണ് കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി, എറണാകുളത്ത് എടപ്പള്ളി വരെയുള്ള സ്ട്രെച്ച്. അവിടെ പണി ഭയങ്കര മോശമാണ്. റോഡ് ഭയങ്കര മോശമാണ്. ഈ അവതാരകൻ തന്നെ കഴിഞ്ഞ മാസത്തിൽ എറണാകുളത്ത് പോയ സമയത്ത് ആ സ്ട്രെച്ചിലോട്ട്
വണ്ടിയുമായിട്ട് വരാൻ ഓട്ടോക്കാരോ ടാക്സിക്കാരോ തയ്യാറായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആ സ്ട്രെച്ചിലുള്ളത്. അങ്ങോട്ട് വരാൻ വെച്ചാൽ റോഡിലോട്ട് കയറി, ഇട റോഡിൽ നിന്ന് സൈഡ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറാൻ, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡിലോട്ട് കയറാൻ പലരും താല്പര്യപ്പെടുന്നില്ല. ബസ്സുകൾ തന്നെ വളരെ പ്രശ്നമായിട്ടാണ് പോകുന്നത്. ആക്സിഡന്റുകൾ ഒരുപാട് നടക്കുന്ന ആരോപണം നേരിടുകയാണ്. കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ആ സ്ട്രെച്ച്, അത് കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെ സ്ട്രെച്ച്, അത് 64.9% മാത്രമാണ് പണി പൂർത്തിയായത്. പക്ഷെ അത് 31/5 മെയ് മാസത്തോടെ 2026 മെയ് മാസത്തോടെ പണി തീരുമെന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷമുള്ളത് അരൂരിലെ എലിവേറ്റഡ് കോറിഡോർ ആണ്. അത് 36 ജൂൺ മാസത്തിൽ തീരുമെന്നാണ് പറഞ്ഞത്. 78.5% പണി പൂർത്തിയായി, ഫിസിക്കൽ പ്രോഗ്രസ് വന്നു എന്നവർ പറയുന്നുണ്ടെങ്കിലും അവർ പിന്നെ ലേറ്റ് പറയുകയാണ്. ആദ്യം പുറത്തോട്ട കണക്ക് പ്രകാരം ഈ ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയ സമയത്ത് ആദ്യം പുറത്തോട്ട കണക്ക് പ്രകാരം ഏറ്റവും അവസാനം തീരാനിരുന്ന കാര്യം അരൂരിലെ എലിവേറ്റഡ് കോറിഡോർ ആണ്. അത് ഒരുപാട് വർക്ക് കൊണ്ട് മാത്രമല്ല ഒരുപാട് ചെലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ അത് ലേറ്റ് ആവും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിപ്പോൾ 36 ജൂൺ മാസത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ തുറവൂർ മുതൽ പറവൂർ വരെ, ആലപ്പുഴ പറവൂർ വരെ ഉള്ളത് 62.2%. അത് മെയ് മാസത്തിൽ തീരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറവൂരിൽ നിന്ന് കൊറ്റുകുളങ്ങര വരെ, കായംകുളത്തിനടുത്തുള്ള കൊറ്റുകുളങ്ങര വരെയുള്ള അടുത്ത സ്ട്രെച്ച്, ആ സ്ട്രെച്ചിനകത്ത് 71.2% പറഞ്ഞിട്ടുള്ളത്. കൊറ്റുകുളങ്ങര മുതൽ പിന്നെ കൊല്ലം ബൈപ്പാസ് വരെ ഉള്ളത്, കായംകുളം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് വരെ ഉള്ളതിനകത്ത് 72.8%. അത് രണ്ടും മാർച്ച് മാസത്തിൽ അവസാനിക്കും, മാർച്ച് മാസത്തിൽ തീരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവതാരകൻ കഴിഞ്ഞ ദിവസം ആ മേഖലയിലൂടെ യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല ചില ഏരിയകളിൽ മാത്രമാണ് പണി ബാക്കിയുള്ളത്. അത് പെട്ടെന്ന് തീരാനുള്ള സാധ്യത, ഒരു പാലം കൂടി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ അതിന്റെ പണി തീരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അടുത്ത കണക്ക് നോക്കുമ്പോഴത്തേക്കും കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകുണം വരെയുള്ള സ്ട്രെച്ചാണ്. അത് 81.8% അതും പണി അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതും മാർച്ച് മാസത്തിൽ 2026 മാർച്ച് മാസത്തിൽ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കടമ്പാട്ടുകുണം തൊട്ട് കഴക്കൂട്ടം വരെയുള്ളതാണ്. അത് 44.3% മാത്രമാണ് അതിന്റെ പണി പൂർത്തിയായിട്ടുള്ളത്. അത് 30/5 മെയ് മാസത്തിലുള്ള തീരുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ പാലങ്ങളൊന്നും ഇല്ലാത്ത വലിയ സ്ട്രെച്ചാണ് കടമ്പാട്ടുകുണം തൊട്ട് കഴക്കൂട്ടം വരെയുള്ളത്. 2 പാലങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിന്റെ ഒരു ബെനിഫിറ്റ് ആ സ്ട്രെച്ചിനുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ആ സ്ട്രെച്ചിനകത്താണ് കുട്ടിയത്തെ ഈ പ്രശ്നബാധിതമായ മേഖല വന്നു കൂടിയിട്ടുള്ളത്. അത് മറ്റൊരു സുപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണി എത്രമാത്രം പൂർത്തിയാകുമെന്ന കാര്യത്തിൽ വലിയ ചോദ്യമാണ്. കൊട്ടിയത്തെ ഇപ്പോൾ പ്രശ്നബാധിതമായ മേഖല മാറ്റി എംബാങ്ക്മെന്റ് മാറ്റിയിട്ട് അവിടെ ഇനി പില്ലറാണ് വരാൻ പോകുന്ന സുപ്രധാനമായ ചോദ്യമുണ്ട്. അതിനെക്കുറിച്ചൊരു ഉത്തരം ഇതുവരെ നാഷണൽ ഹൈവേ അതോറിറ്റിയോ മറ്റുള്ളവരോ നൽകിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഓഗസ്റ്റ് മാസം 2026 മാത്രമേ ദേശീയപാതയുടെ പണി 100% പൂർത്തിയാകത്തുള്ളൂ. സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞ പോലെ നിയമസഭാ ഇലക്ഷൻ മുൻപായിട്ട് ഈ പണി പൂർത്തിയാകത്തില്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ ഇലക്ഷൻ പ്രചാരണങ്ങൾ ഒന്നായിരുന്നു ദേശീയപാത വികസനം. സംസ്ഥാന സർക്കാർ നേരിട്ടിറങ്ങി ചെയ്തുകൊണ്ട് മാത്രമാണ് ദേശീയപാത വികസനം ഇവിടം വരെയെങ്കിലും എത്തിയെന്ന കാര്യം ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. സംസ്ഥാന സർക്കാർ അതിന്റെ ഭാഗമായിട്ട് 5800 കോടിയോളം രൂപ ചെലവഴിക്കുകയും ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാർ വിചാരിച്ച പോലെ നിയമസഭാ ഇലക്ഷന് മുൻപായിട്ട് ഇപ്പോൾ റോഡ് പണി തീരത്തില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക്സഭയിൽ അറിയിച്ചിട്ടുള്ളത്.